ഇറ്റാലിയൻ പ്രദേശമായ ടസ്കനിയുടെ തലസ്ഥാനമാണ് ഫ്ലോറൻസ്. പ്രശസ്ത ചിത്രകാരന്മാരായ ഡാവിഞ്ചിയും മൈക്കലാഞ്ചലോയും പിറന്ന നാട്. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപികയായ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പിറന്ന നാട്. നമ്മുടെ ഇന്നത്തെ യാത്ര ഫ്ലോറൻസിലോട്ടാണ്. വെൽക്കം ടു ഫ്ലോറൻസ്, വെൽക്കം ടു ഇറ്റലി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫ്ലോറൻസിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഫ്ലോറൻസിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. ഞാനത് കാണിച്ചു തരാം. ഇത് സ്ക്വയറാണ്. ഇവിടെ നിന്നാൽ ഫ്ലോറൻസിൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടും. മൈക്കലാഞ്ചലോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ സ്ക്വയറിൻ്റെ ഒത്ത നടുവിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേമസ് സൃഷ്ടി ആയ ഡേവിഡിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെയുണ്ട്. ഈ സ്ക്വയർ മൊത്തം കച്ചവടക്കാരാണ്. ഇതെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. നയൻറ്റീൻത് സെഞ്ച്വറിയിലാണ് ഈ സ്ക്വയർ ഇവിടെ സ്ഥാപിച്ചത്. ഫ്ലോറൻസിൽ നിന്ന് നമുക്കാണെങ്കിൽ ബസ്സിനോ അല്ലെങ്കിൽ ടാക്സിയിലോ നമുക്ക് ഈ കുന്നിന്മേളിൽ എത്താം. പക്ഷെ വെയിലാണ്, ഞങ്ങൾക്ക് അവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ പോകുന്നത് സിറ്റിയിലോട്ടാണ്. ഞങ്ങൾ റോമിൽ നിന്ന് കാറിലാണ് ഫ്ലോറൻസിലോട്ട് വന്നത്. റോമിൽ നിന്ന് 4.5 മണിക്കൂർ യാത്രയുണ്ട് ഫ്ലോറൻസിലോട്ട്. ഫ്ലോറൻസിലെ പ്രധാന അട്രാക്ഷൻസ് എല്ലാം നടന്നു കാണാനുള്ള ദൂരത്തിലേ ഉള്ളൂ. ഇതാണ് കത്തീഡ്രൽ ഓഫ് ഫ്ലോറൻസ്. ഇതാണെങ്കിൽ ഗോത്തിക് ശൈലിയിൽ പണി കഴിപ്പിച്ച ഒരു കത്തീഡ്രലാണ്. ഇതിൻ്റെ പണി ചെയ്യാൻ ഏകദേശം 100 വർഷം എടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രലിന് 3ാം സ്ഥാനമാണ് ഈ കത്തീഡ്രലിന്. ഇതിൻ്റെ മുകളിലെ ഡോമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡോം. ഏകദേശം 40,000 കിലോ തൂക്കവും 10 നില കെട്ടിടത്തിൻ്റെ ഉയരവുമാണ് ഇതിൻ്റെ ഡോമിന്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ പെട്ടതാണ് ഈ കത്തീഡ്രൽ. പല കളറുള്ള മാർബിൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. ബസിലിക്കയുടെ മുന്നിലായിട്ട് മാമോദിസ പള്ളിയും അതിൻ്റെ സൈഡിലായിട്ട് ബെൽ ടവർ സ്ഥിതി ചെയ്യുന്നു. ഇത് പള്ളിയിലോട്ടുള്ള കയറാനുള്ള ലൈനാണ്. കത്തീഡ്രലിൻ്റെ ഡോമിൻ്റെ മുകളിലും ബെൽ ടവറിൻ്റെ മുകളിലും നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അതിനായിട്ട് ലിഫ്റ്റൊന്നുമില്ല. നമ്മൾ 400 സ്റ്റെപ്പിൻ്റെ മുകളിൽ അത്രയും കയറണം. ഞങ്ങൾ എന്തായാലും കയറുന്നില്ല. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. ഇതാണ് പഴയ കൊട്ടാരം. ഒരു കാലത്ത് ഇറ്റലിയുടെ ഭരണശിലാ കേന്ദ്രം ഇതായിരുന്നു. ഇതാണ് മൈക്കലാഞ്ചലോയുടെ ഡേവിഡ് എന്ന് പറഞ്ഞ ശില്പം. ഇതിൻ്റെ ഒറിജിനൽ ഇവിടെയുള്ള ഒരു മ്യൂസിയത്തിലാണ്. കൊട്ടാരത്തിൻ്റെ മുറ്റം മുഴുവൻ ശില്പങ്ങളാണ്. സിറ്റിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ക്വയറാണിത്. പല വേഷത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഈ വരിയരികിൽ കാണാം. നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അവർ നമ്മളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളും എടുത്ത് കുറച്ച് ഫോട്ടോസ്. ഫ്ലോറൻസിലെ പ്രധാന നദിയാണ് അർണോ റിവർ. അർണോയ്ക്ക് കുറുകെയുള്ള ഒരു പ്രധാന പാലമാണ് ആ കാണുന്നത്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഫ്ലോറൻസിലെ ബ്രിഡ്ജാണിത്. ഇതിൻ്റെ 2 സൈഡിലും ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളാണ്. ഇതിൻ്റെ നടുഭാഗം മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കടകൾ തന്നെയാണ്. ഒരു കാലത്ത്
ഇങ്ങനത്തെ പാലങ്ങളിൽ കടകൾ നിർമ്മിക്കുന്നത് സാധാരണമായിരുന്നു. ആദ്യകാലങ്ങളിൽ കശാപ്പുകാരും തോൽപ്പണിക്കാരുമാണ് ഈ കടകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർ വേസ്റ്റ് ഇട്ട് അർണോ നദി വൃത്തികേടാക്കുന്നതുകൊണ്ട് അവർ ആ കട ജൂവലറിക്കാർക്കും ആ ഡീലേഴ്സിനും കൈമാറുകയായിരുന്നു. ഇതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നശിക്കാതെ പോയ ഫ്ലോറൻസിലെ ഏക പാലമാണിത്. ഈ പാലത്തിൻ്റെ ഇത്ര ഭാഗം മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ. ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ഞങ്ങൾ ഒത്തിരി ഫോട്ടോ എടുത്തായിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ആണെങ്കിൽ ഒത്തിരി പേരെ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ജൂലിയസ് സീസർ തൻ്റെ പട്ടാളക്കാർക്കൊരു സൈനിക ക്യാമ്പിനായിട്ടാണ് അർണോ നദിയുടെ തീരത്തായി ഫ്ലോറൻസ് എന്ന നഗരം സ്ഥാപിച്ചത്. ഇതൊരു മ്യൂസിയമാണ്. ഞങ്ങൾ മ്യൂസിയം ഒന്നും കാണാൻ പോകുന്നില്ല. വീണ്ടും ഒരു മ്യൂസിയം. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരു 5-6 മ്യൂസിയം കണ്ടു. ഇതാണ് ഇറ്റലിയിൽ ഫേമസ് ആയിട്ടുള്ള ജെലാത്തോ. ഇവിടുത്തെ വഴികൾ ഫുള്ള് ഇങ്ങനത്തെ കല്ലുകളാണ്. ഈ ബെല്ലാണ് നല്ല രസമില്ലേ, നല്ല കളറ്. ആ കഥകും എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ നടന്ന് മടുത്തോണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. നമുക്കിനി ഫ്ലോറൻസിലെ ഫുഡൊന്ന് കഴിച്ചു നോക്കാം. ഞങ്ങൾ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എനിക്ക് മീനുനും ഇഷ്ടപ്പെട്ടു. ഫ്ലോറൻസിലെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പം ഫ്ലോറൻസിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.